ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 5 ലാസ്റ്റ് ലെക്ചറിലോട്ടാണ് കടക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനിയും സ്കിപ്പ് ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് ടണൽ ഡ്രൈവിംഗ് പ്രൊസീജിയർ ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട് യൂസിങ് ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് ആൻഡ് കംപ്രസ്ഡ് എയർ മെത്തേഡാണ്. ഓക്കെ, അപ്പം സോഫ്റ്റ് ഗ്രൗണ്ടിൽ എങ്ങനെ നമുക്ക് ടണലിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അതിൽ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷീൽഡ് മെത്തേഡും കംപ്രസ്ഡ് എയർ മെത്തേഡുമാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ടണൽ ബോറിംഗ് മെഷീൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പം ആദ്യമേ നമ്മൾ ആ ഒരു മെത്തേഡിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഗ്രൗണ്ടിനെ രണ്ടായിട്ട് മെയിൻലി ഡിവൈഡ് ചെയ്യാം. ഹാർഡ് ഗ്രൗണ്ടും അതുപോലെ തന്നെ സോഫ്റ്റ് ഗ്രൗണ്ടും. ഹാർഡ് ഗ്രൗണ്ടിൽ എന്താണ് സെൽഫ് സപ്പോർട്ടിങ് ഗ്രൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഗ്രൗണ്ടിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സബ് ഡിവൈഡ് ചെയ്യാം. അപ്പം റണ്ണിങ് ഗ്രൗണ്ട്, സോഫ്റ്റ് ഗ്രൗണ്ടിനെ തന്നെ നമുക്കൊരു വേറൊരു കാറ്റഗറി ആയിട്ട് സോഫ്റ്റ് ഗ്രൗണ്ട് എന്ന് പറയാം, ഫേം ഗ്രൗണ്ട്, പിന്നെ സെൽഫ് സപ്പോർട്ടിങ് ഗ്രൗണ്ട്. ഇങ്ങനെ നാലായിട്ട് നമുക്ക് സോഫ്റ്റ് ഗ്രൗണ്ടിനെ സബ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സോഫ്റ്റ് ഗ്രൗണ്ട് ആണ് നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ പറ്റിയാണ്, അതിലെ ടണലിംഗ് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. അപ്പം അതിലെ ഈ ഒരു ചെറിയ സബ് ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഓരോ എക്സാമ്പിളും നോക്കാം. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് സോഫ്റ്റ് ഗ്രൗണ്ടിൽ ഫസ്റ്റ് വൺ റണ്ണിങ് ഗ്രൗണ്ട്. അപ്പം റണ്ണിങ് ഗ്രൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനത്തെ ഗ്രൗണ്ടിൽ നമ്മൾ ടണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ എന്ന് വെച്ചാൽ ടണലിംഗ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉടനെ തന്നെ നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കണം. ഇറ്റ് റിക്വയർസ് സപ്പോർട്ട് ഇമീഡിയറ്റ്ലി. എക്സാമ്പിൾ ഡ്രൈ സാൻഡ്. ഓക്കെ, അടുത്തത് സോഫ്റ്റ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ, ഇതിൽ തന്നെ വരുന്ന സോഫ്റ്റ് ഗ്രൗണ്ട് എന്ന ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ റൂഫ് പോർഷനിൽ ഇമീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കണം. പക്ഷെ അതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ആ ടണൽ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ആ ടണലിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ടണലിങ് കൊടുത്താൽ മതി, എന്ന് വെച്ചാൽ സപ്പോർട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിനെയാണ് സോഫ്റ്റ് ഗ്രൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഫേം ഗ്രൗണ്ട് എന്ന് വെച്ചാൽ റൂഫിന് ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സപ്പോർട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ സൈഡ് പോർഷന് കുറച്ചും കൂടെ ലോങ്ങർ ടൈം അത് എന്താണ് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് കൊടുത്താലും മതി. അപ്പം അതുകൊണ്ടാണ് അത് സോഫ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ അത് ഫേം ഗ്രൗണ്ടിൽ വന്നത് എന്ന സബ് ക്ലാസിഫിക്കേഷനിൽ വന്നത്. എക്സാമ്പിൾ ഡ്രൈ എർത്ത് ഇച്ചിരി കൂടെ സോയിൽ പോർഷൻസ് ഉള്ളത്, മറ്റേത് ഡ്രൈ സാൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടണലിംഗ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അവിടെ സപ്പോർട്ട് കൊടുത്ത് തന്നെ പോകണം. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ സെൽഫ് സപ്പോർട്ടിംഗ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ സോഫ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ കുറച്ചും കൂടെ ഒന്ന് സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട്. അതാണ് സെൽഫ് സപ്പോർട്ടിംഗ് ഗ്രൗണ്ടിൽ വരുന്നത്. ഇറ്റ് റിമെയിൻസ് അൺസപ്പോർട്ടഡ് അപ് ടു ഷോർട്ട് ലെങ്ത് ഓഫ് 1.5 to 4 മീറ്റർ. അപ്പം എക്സ്കവേറ്റ് ചെയ്ത് തുടങ്ങി ഒരു 1.5 തൊട്ട് 4 മീറ്റർ വരെയൊക്കെ അതിന് അത്രയും എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനെയാണ് കുറച്ച് ഷോർട്ടർ ലെന്ത് വരെ അതിന് അൺസപ്പോർട്ടഡ് ആയിട്ട് റിമെയിൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ സാൻഡ് സ്റ്റോൺ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് എന്ത് സോഫ്റ്റ് ഗ്രൗണ്ട്. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ചോയ്സ് ഓഫ് എ മെത്തേഡ്. അപ്പം പല മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഓരോ മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സ് ബേസ്ഡ് ആണ്. അപ്പം ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സൈസ് ഓഫ് ദി ടണൽ, ടൈപ്പ് ഓഫ് ഗ്രൗണ്ട്, അവൈലബിൾ ഇക്വിപ്മെൻറ്റ്, പിന്നെ എന്ത് മെത്തേഡ് ഓഫ് സീക്വൻസ് എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് മെത്തേഡ് എൻ്റെ എക്സ്റ്റെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ മെത്തേഡ് ഓഫ് അറ്റാക്കിംഗ് ദി ഹെഡിങ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു എക്സ്കവേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അതിനാണല്ലോ ആ ഒരു സ്റ്റാർട്ടിംഗ് പോർഷനാണല്ലോ ഹെഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഫേസിനെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ചോയ്സ് ഓഫ് എ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മൂവിങ് ഓൺ ടു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ടണലിംഗ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട്. അപ്പം മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പം സപ്പോർട്ട് വേണ്ട അല്ലെങ്കിൽ ടിമ്പർ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട മെത്തേഡ്സ് ഉണ്ട്, അല്ലാതെ ടിമ്പറിങ് വേണ്ടാത്ത മെത്തേഡ്സും ഉണ്ട്. അപ്പം ടിമ്പറിങ് വെച്ചിട്ടുള്ള മെത്തേഡാണ് ആദ്യം കൊടുത്തിരിക്കുന്നുണ്ടോ, മെത്തേഡ്സ് റിക്വയറിങ് യൂസ് ഓഫ് ടിമ്പേഴ്സ് എന്ന് വെച്ചിട്ട്. ഒരു കുറേ മെത്തേഡ് ഉണ്ട്, 4 പോളിംഗ് മെത്തേഡ്, നീഡിൽ ബീം മെത്തേഡ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പക്ഷേ സിലബസിനകത്ത് ഏതൊക്കെയാണ് പറഞ്ഞത്, ഷീൽഡ് മെത്തേഡും കംപ്രസ്ഡ് എയർ മെത്തേഡും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അത് രണ്ടും ഡിസ്കസ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ആ രണ്ട് മെത്തേഡും ടിമ്പറിങ് വേണ്ടാത്തതാണ്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ടിമ്പർ വെച്ചിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അത് അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് അത് ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിരിക്കുന്നത്. അപ്പം അതർ മെത്തേഡ്സിനകത്ത് ലീനിയർ പ്ലേറ്റ് മെത്തേഡ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് വേണ്ട. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഷീൽഡ് മെത്തേഡും കംപ്രസ്ഡ് എയർ മെത്തേഡുമാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുവരെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് യൂസ്ഡ് ഫോർ ടണലിംഗ് ഇൻ സോഫ്റ്റ് സോയിൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്രൗണ്ട്, അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ.
അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് യൂസ് ഫോർ ടണലിംഗ് ഇൻ വാട്ടർ ബിയറിംഗ് സോയിൽ എന്ന് വെച്ചാൽ വാട്ടർ പ്രസൻസ് കുറച്ച് കൂടുതലുള്ള സോയിലിൽ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്. അപ്പം അതെന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ മെത്തേഡാണ്. അപ്പം അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ വിത്ത് ഫിഗർ എന്നൊക്കെ പറയുമ്പോൾ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അല്ലാതെ എല്ലാ മെത്തേഡൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് 5th മൊഡ്യൂൾ ആണല്ലോ. അപ്പം എങ്ങനെയാണ് അത് 10 മാർക്കിനുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഈ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹാർഡ് റോക്കിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ വന്നത്. അല്ലാതെ മേളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഏതാണ് മെത്തേഡ്സ് റിക്വയറിങ് യൂസ് ഓഫ് ടിമ്പേഴ്സ്, അതിനെപ്പറ്റി നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടും ഇല്ല. അപ്പം അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡ് ഏതൊക്കെയാണ്, ഷീൽഡ് മെത്തേഡും കംപ്രസ്ഡ് എയർ മെത്തേഡും എന്തായാലും പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, വിത്ത് ഫിഗർ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമേ ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് ഇൻ സോഫ്റ്റ് സോയിൽ. അപ്പം സോഫ്റ്റ് സോയിലിൽ ചെയ്യുന്ന ഏതെങ്കിലും മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് വേണം എക്സാമിന് എഴുതാൻ. ഓക്കെ, അല്ലെങ്കിൽ ക്ലേയിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും മെത്തേഡ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെ ചോദിച്ചാലും ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഷീൽഡ് മെത്തേഡ് ഓഫ് ടണലിംഗ് നമുക്ക് നോക്കാം. അപ്പം ഷീൽഡ് എന്ന് വെച്ചാൽ എന്താണ്, എന്തോ ഒരു സാധനം ടു പ്രൊട്ടക്റ്റ് അല്ലേ, സംതിങ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ ഷീൽഡ് എന്ന് പറയുന്നത് മീൻസ് ടു പ്രൊട്ടക്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ഷീൽഡ് എന്ന് പറയുന്നത് ഒരു മൂവബിൾ ഫ്രെയിം ആയിരിക്കും. ഓക്കെ, അതായിരിക്കും നമ്മൾ ആ ഒരു ടണലിനെ ഫേസ് ചെയ്യുന്ന, ടണലിൻ്റെ ആ ഫേസ് പോർഷനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ് ഈ ഒരു മൂവബിൾ ഫ്രെയിം ആയിരിക്കും ഷീൽഡ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എൻ ഇക്വിപ്മെന്റ് വിച്ച് ആക്ട് ആസ് എ ബ്രിഡ്ജ് വിത്ത് റൂഫ് ഫോർ വർക്കേഴ്സ്. അപ്പം ആ ഒരു ഷീൽഡ് എന്ന ഇക്വിപ്മെന്റിനകത്ത് തന്നെ നമുക്ക് ഈ വർക്കേഴ്സിന് കയറി നിന്ന് വർക്ക് ചെയ്യാനുള്ള ചെറിയൊരു ബ്രിഡ്ജ് പോലെയും പിന്നെ ഒരു റൂഫ് പോർഷൻ പോലെയൊക്കെ ആയിരിക്കും. കാരണം ടണലിങ് ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ മേളിൽ നിന്നൊന്നും ഇടിഞ്ഞ് വീഴാതെ, വർക്കേഴ്സിന് മേലോട്ടൊന്നും വീഴാതെ വർക്കേഴ്സിന് ആ ഇക്വിപ്മെന്റ് ഉള്ളിൽ നിന്ന് തന്നെ ടണലിങ്ങിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ഷീൽഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം സോഫ്റ്റ് സോയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് അങ്ങ് ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഷീൽഡിനകത്ത് വെച്ച് ടണലിങ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം, കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ എക്സ്കവേഷൻ ആൻഡ് ലൈനിങ് ഓഫ് ടണൽ വെയർ ക്യാരിഡ് ഔട്ട് അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഷീൽഡ്. അപ്പോൾ ഈ ഒരു ഷീൽഡിൻ്റെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ എക്സ്കവേഷനും ലൈനിങ് ഇല്ലേ, ടണൽ ലൈനിങ്സ്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷീൽഡിനകത്ത് ഷീൽഡിൻ്റെ രണ്ട് എൻഡിലും, ഓക്കെ, 2 എൻഡ് ഉണ്ടല്ലോ ഷീൽഡിന്, ആ ഒരു ഇമേജ് ഞാൻ കാണിക്കും. അപ്പോൾ 2 എൻഡും ചിലപ്പം ഓപ്പൺ ആകാം. ബോത്ത് എൻഡ്സ് ഒന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രം ക്ലോസ്ഡ് ആയിട്ട് കൊടുക്കും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 2 എൻഡും ഓപ്പണും അല്ലെങ്കിൽ ഒരു എൻഡ് അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ ക്ലോസ്ഡ് ആയിട്ടും നമുക്ക് ഷീൽഡ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ ഒന്നെങ്കിൽ ടണലിംഗ് ഇൻ സിൽട്ട്, ക്ലേ, സാൻഡ് ആൻഡ് ഫോർ ടണലിംഗ് അണ്ടർ റിവേഴ്സ്, ഈ ഒരു കേസിലൊക്കെ ആയിരിക്കും നമ്മൾ ഷീൽഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ തന്നെ സ്ലെഡ്ജസ്, കൺവേയേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലെഡ്ജസ് എന്ന് വെച്ചാൽ ഈ ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു ഡിവൈസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സ്നോയുടെ മേളിൽ കൂടെ ഒക്കെ നമ്മൾ കയറി പോകത്തില്ലേ, ഇരുന്ന് പോകത്തില്ലേ, അതിനെയാണ് സ്ലെഡ്ജസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ആൾക്കാരുടെ മൂവ്മെന്റിന് വേണ്ടി ഉള്ള ഒരു പോർഷനാണ് സ്ലെഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൺവേയേഴ്സ് എന്ന് വെച്ചാലും ഈ നമ്മൾ ഇങ്ങനെ ടണലിംഗ് ചെയ്ത് പോവാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒത്തിരി മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുമല്ലോ, വീണതിനെ അവരുടെ ടണലിന്റെ പുറത്തോട്ട് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ചുമന്നുകൊണ്ടൊന്നും പോകത്തില്ലല്ലേ, കൺവെയർ ബെൽറ്റിനകത്ത് വെച്ച് ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും അത് മൂവ്മെന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺവേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ഷീൽഡിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു മെഷീനകത്ത് കാണും. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടുതലും ഫ്രാൻസ്, UK, USA ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് ടണലിംഗ് പെർ ഡേ എന്ന് പറയുന്നത് 0.6 മീറ്റർ ടു 3.7 മീറ്റർ ആയിരിക്കും. ഒരു ദിവസം ഇത്രയും ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും അത് ടണലിംഗ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം മൂവിങ് ഓൺ ടു ഡയമെൻഷൻസ് ഓഫ് ഷീൽഡ്. അപ്പം ആദ്യമേ നമുക്ക് ലെന്ത് ഓഫ് ഷീൽഡിനെ പറ്റി പറയാം. അപ്പം ഷീൽഡിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 2 കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് സ്റ്റോറേജ് റിക്വേർഡ് ഇൻ ദി ഷീൽഡ്, അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് ചേഞ്ചിങ് ഡയറക്ഷൻ, ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ആദ്യത്തെ ആ ഒരു ഡിപ്പെൻഡ് എന്ന് വെച്ചാൽ സ്റ്റോറേജ് റിക്വേർഡിനെ പറ്റി പറയുമ്പം ലെന്ത് ഓഫ് ദി ഷീൽഡ് ഫോർ സ്റ്റോറേജ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലാർജ് ആയിരിക്കണം. അപ്പം ലെന്ത് കൂടുന്തോറും അത്രയും കൂടെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുവാണല്ലോ. അപ്പോൾ സ്റ്റോറേജ് പോയിന്റ് ഓഫ് വ്യൂവിൽ ലെന്ത് എപ്പോഴും ലാർജ് ആയിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഒരു ചേഞ്ചിങ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പം എപ്പോഴും ലെന്ത് കുറവായിരിക്കണം. കാരണം ഒത്തിരി ലോങ് ലെന്ത് ആണെങ്കിൽ ഈ ടണല് സ്റ്റീറിങ് അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഈ നമ്മുടെ ഷീൽഡിന്റെ കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, ടണലിനുള്ളിലെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഷീൽഡ് എന്ന സാധനം നീണ്ടതാണെങ്കിൽ അവിടെ ആ ഒരു
ഒരു ഡയറക്ഷൻ ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് മാറ്റുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്. അപ്പം സ്റ്റിയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ലെങ്ത് ഓഫ് ദി ഷീൽഡ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കണം. ഇനി സ്റ്റോറേജ് പോയിന്റ് ഓഫ് വ്യൂവിൽ എത്രയും ലെന്ത് കൂടുന്ന അത്രയും സ്ഥലം കാണും സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പം ഇത് രണ്ടിനെ അനുസരിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെന്ത് ആയിരിക്കണം നമ്മൾ ഷീൽഡിന് കൊടുക്കേണ്ടത്. ഇനിയും ഷേപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ സർക്കുലർ, റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ, ഹെക്സഗണൽ സെക്ഷനൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഈ സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സിൻ്റെ അതിൻ്റെ ബിഹേവിയറിനെയൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പം ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി 4 ഫാക്ടർ ഉണ്ട്. ഒന്ന് റെസിസ്റ്റൻസ് ടു മോഷൻ ഓഫ് ഷീൽഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഷീൽഡ് മൂവ് ചെയ്താണല്ലോ എക്സ്കവേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ആ ഒരു മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഷീൽഡിൻ്റെ കോണ്ടാക്ട് ഏരിയയും സറൗണ്ടിങ് സോയിലില്ലേ, അപ്പം ആ സറൗണ്ടിങ് സോയിലിൻ്റെയും ഷീൽഡിൻ്റെ ഇടയ്ക്കുള്ള കോണ്ടാക്ട് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഏരിയ കുറയും തോറും അത്രയും എളുപ്പത്തിൽ അകത്ത് ഈ ഷീൽഡ് മൂവ് ആകും. വലിയ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, മൂവ്മെന്റിനെ ബാധിക്കുന്ന രീതിയിൽ വലിയ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാകത്തില്ല എപ്പോഴാണ് കോണ്ടാക്ട് ഏരിയ കുറവാണെങ്കിൽ. അപ്പം ഏറ്റവും ഏരിയ കുറവ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ സർക്കുലറും റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഏരിയ കുറവെന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിനാണ്. അതുകൊണ്ട് സർക്കുലർ ഷേപ്പാണ് ആ ഒരു ഫാക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. കാരണം അവിടെ കോണ്ടാക്ട് ഏരിയ ബിറ്റ്വീൻ ദി ഷീൽഡ് ആൻഡ് സറൗണ്ടിങ് സോയിൽ ലെസ് ആണ്. ഓക്കെ, അടുത്ത ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഏരിയ പെർ യൂണിറ്റ് പെരിമീറ്റർ. എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയ പെർ യൂണിറ്റ് പെരിമീറ്റർ എന്ന് വെച്ചാൽ വർക്കിംഗ് സ്പേസ് പെർ യൂണിറ്റ് പാരാമീറ്റർ. അപ്പം എന്തുമാത്രം വർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ് അതിനെ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പം സർക്കുലർ അതുപോലെ തന്നെ സ്ക്വയർ സെക്ഷനെ നമ്മൾ കമ്പയർ ചെയ്താൽ D/4 പോർഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ ഡയമീറ്റർ D ആണെങ്കിൽ അതിൻ്റെ 1/4 പോർഷൻ നമുക്ക് വർക്കിംഗ് സ്പേസ് ആയിട്ട് കിട്ടും. അപ്പം ആ ഒരു ഫാക്ടറിൽ സ്ക്വയർ ഷേപ്പ് ആണെങ്കിലും നമുക്ക് അത്രയും കിട്ടും, സർക്കുലർ ഷേപ്പ് ആണെങ്കിലും അത്രയും കിട്ടും. D/4 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയില്ലേ? ക്രോസ് സെക്ഷൻ ഏരിയ ഇപ്പോൾ സർക്കുലർ ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ πd²/4 ആണ്, അതിൻ്റെ പെരിമീറ്റർ πd ആണ്. അപ്പം πd²/4/πd എന്ന് പറയുന്നത് നമുക്ക് D/4 തന്നെ കിട്ടും. സ്ക്വയർ സെക്ഷൻ ആണെങ്കിലും ഏരിയ D² അല്ലേ, ഡിവൈഡ് ബൈ അതിൻ്റെ പെരിമീറ്റർ 4d ആണ്. അപ്പം അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴും D/4 തന്നെ കിട്ടും. അപ്പം ഈ ഒരു ഫാക്ടറിൽ സ്ക്വയർ ആണെങ്കിലും സർക്കുലർ ആണെങ്കിലും നമുക്ക് സെയിം ആണ് വാല്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത ഫാക്ടർ റെസിസ്റ്റൻസ് ടു പ്രഷർ കോസ്ഡ് ബൈ സറൗണ്ടിങ് സോയിൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആ ഒരു ഷീൽഡ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും തോറും ചിലപ്പോൾ സറൗണ്ടിങ് സോയിലിൽ നിന്ന് പ്രഷർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ സർക്കുലർ ഷേപ്പ് ആയിരിക്കും ബെസ്റ്റ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു സർക്കുലർ ഷേപ്പ് ആകുമ്പോൾ അതിന് കോർണേഴ്സ് ഒന്നും ഇല്ലല്ലേ, കോർണർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീക്ക് സോൺസ് ഒന്നും ഇല്ല, വീക്ക് പോയിന്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അധികം സോയിലിൽ നിന്നുള്ള പ്രഷറിന്റെ എഫക്റ്റ് ഈ നമ്മുടെ ആ ഒരു ഷേപ്പിന് എഫക്റ്റ് വരത്തില്ല. സറൗണ്ടിങ് സോയിലിൽ ഒരു പ്രഷർ എഫക്റ്റ് നമ്മുടെ സർക്കുലർ സെക്ഷനെ ബാധിക്കത്തില്ല. പക്ഷെ ഒരു റെക്ടാങ്കുലർ ഷേപ്പൊക്കെ ആണെങ്കിൽ കോർണർ ഉണ്ടല്ലേ, അപ്പം ആ ഒരു കോർണർ പോർഷനിലോട്ട് ഒത്തിരി പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിലും സർക്കുലർ ആണ് ബെസ്റ്റ്. ഇനി അതല്ല, പെർമിഷൻ ഫോർ റൊട്ടേഷൻ ഓഫ് ഷീൽഡ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷീൽഡ് ഈ ഒരു ഷീൽഡിൽ നിന്ന് സാധനം മൂവ് ചെയ്യുന്നത് ചുമ്മാ ഒരു പുഷ് കൊടുക്കുമ്പോൾ ഒരു സാധനം കയറി പോകുന്ന പോലെ അല്ല, ഇങ്ങനെ ഒരു കറങ്ങിയാണ് ഈ നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിന്റെ അകത്തൂടെ കയറി പോകുന്നത്. അപ്പം ഒരു കറക്കം വേണം. ഓക്കെ, ആ ഒരു റൊട്ടേഷൻ അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് വേണം, എന്നാലേ ഇത് അകത്ത് മൂവ് ആകത്തുള്ളൂ. അപ്പം സർക്കുലർ ഷേപ്പാണ് അതിനും ഏറ്റവും പ്രിഫറബിൾ. കാരണം സെൻറ്ററിൽ നിന്ന് അതിൻ്റെ എല്ലാ ഔട്ടർ സർഫസിലോട്ടുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ബാക്കി ഷേപ്പിനൊന്നും അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല. അപ്പം ഈക്വൽ ഡിസ്റ്റൻസ് ആയാൽ മാത്രമേ നമുക്ക് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ 4 ഫാക്ടേഴ്സുമാണ് നമ്മൾ ഷേപ്പ് ഓഫ് ദി ഷീൽഡിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഷേപ്പ് ഫിക്സ് ചെയ്യാൻ. അപ്പം മെയിൻലി ഇതെല്ലാം നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് ഓഫ് ഷീൽഡ് ആണ് ബെറ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് ഷീൽഡിൻ്റെ ഡയമെൻഷൻസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് മൂവിങ് ഓൺ ടു പാർട്സ് ഓഫ് ഷീൽഡ്. ഓക്കെ, ആ ഒരു മെഷീനിലെ പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ കട്ടിങ് എഡ്ജ് അല്ലെങ്കിൽ ലീഡിങ് പോർഷൻ, ഏറ്റവും ഫ്രണ്ടിലത്തെ പോർഷൻ. പിന്നെ സെൻട്രൽ പാർട്ട് അല്ലെങ്കിൽ ട്രങ്ക് പോർഷൻ. മൂന്നാമത് ഏറ്റവും ബാക്കിലെ റിയർ പോർഷൻ അല്ലെങ്കിൽ ടെയിൽ പോർഷൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഷീൽഡിലെ ഏറ്റവും ഫ്രണ്ടിലത്തെ അതാണ് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പം അതിനെയാണ് കട്ടിങ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് ദി പാർട്ട് ദാറ്റ് ഹാസ് ടു കട്ട് ദി സോയിൽ ഇൻ ദി ഫ്രണ്ട്. അപ്പം ഫ്രണ്ടിലുള്ള സോയിലിനെ കട്ട് ചെയ്ത് പോകേണ്ടത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, അപ്പം ഈ കട്ടിങ് എഡ്ജിന്റെ ടൈപ്പ് നമ്മൾ
ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഡയമീറ്റർ ഓഫ് ദി ഷീൽഡ് ആൻഡ് നേച്ചർ ഓഫ് ദി സോയിൽ. ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കട്ടിങ് എഡ്ജ് ഏത് ടൈപ്പ് വേണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കട്ടിങ് എഡ്ജിൻ്റെ കൂടെ ഒരു ഡിറ്റാച്ചബിൾ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു റൂഫും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഹൂഡ് എന്ന് പറയാം. ഇത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. മേളിൽ നിന്നൊന്ന് ഇടിഞ്ഞ് അവരുടെ മേളിൽ വെയിലായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു റൂഫ് അല്ലെങ്കിൽ ഹൂഡ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ അതൊരു ഷീൽഡിൻ്റെ പോർഷനാണ്. ഇത് ഷീൽഡിൻ്റെ അങ്ങോട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണല്ലോ കട്ടിങ് എഡ്ജ് ഇങ്ങനെ കൂർപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടം കൊണ്ട് നമ്മളൊരു റൂഫ് പോർഷൻ കൊടുക്കുക. അപ്പം ഇതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് വലിയ പ്രശ്നമില്ലാതെ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണെങ്കിലും റൂഫ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കട്ടിങ് എഡ്ജ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ട് ഏതാ നോക്കാം. അപ്പോൾ അടുത്ത പാർട്ട് സെൻട്രൽ പാർട്ട് അല്ലെങ്കിൽ ട്രങ്ക് പോർഷൻ. അപ്പം ഈ ഒരു പോർഷനാണ് നമ്മുടെ ഷീൽഡിന് വേണ്ട സ്ട്രെങ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ട്രീ അല്ലെങ്കിൽ ഒരു മരം, അതിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് കൊടുക്കുന്ന പോർഷൻ എന്താണ്? അതിന് മൊത്തത്തിലൊരു സ്ട്രെങ്ത് അതിന് ട്രങ്ക് പോർഷൻ, ആ സ്റ്റെമ്പിൻ്റെ ഒരു വലിയ പോർഷനാണല്ലോ, ആ തടിയുള്ള പോർഷനാണല്ലോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷീൽഡിനും ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നത് ഈ ഒരു സെൻട്രൽ പാർട്ടാണ്. അപ്പം ഷീൽഡിൻ്റെ ഡയമീറ്റർ ചെറുതാണെങ്കിൽ ഇതിനകത്തൊരു നമ്മളൊരു മെറ്റൽ ഡയഫ്രം കൊടുക്കും. അതാണ് അവിടെ ഒരു സ്റ്റിഫ്നറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഡയഫ്രത്തിനകത്ത് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോർസ് കാണും. ആ ഒരു ഡോറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് ഓഫ് അറ്റാക്ക് നടത്തുന്നത്. ഓക്കെ, ഇപ്പം ഇനി ഡയമീറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണെങ്കിൽ രണ്ട് എൻഡിലും ട്രങ്കിൻ്റെ രണ്ട് എൻഡിലും എഡ്ജസിലായിട്ട് റിംഗ് ഗിർഡർ സ്റ്റിഫ്നറായിട്ട് കൊടുക്കും. ഇനി ലാർജ് ഡയമീറ്റർ ആണെങ്കിൽ ഷീൽഡിൻ്റെ വലിയ ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ ആ റിംഗ് ഗിർഡർ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ട്രങ്കിൻ്റെ രണ്ട് എൻഡിലും, അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പേഴ്സ് കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് ട്രങ്ക് പോർഷൻ. അതിൻ്റെ നടുക്കത്തെ പോർഷനാണ്. അപ്പം അത് ബേസ്ഡ് ഓൺ ആ ഡയമീറ്റർ ഓഫ് ഷീൽഡ് നമുക്ക് അതിനകത്ത് സ്റ്റിഫ്നേഴ്സ് കൊടുക്കാം. സ്മോൾ ഡയമീറ്റർ ആണെങ്കിൽ മെറ്റൽ ഡയഫ്രം കൊടുക്കും. അത് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറ് കാണും. അതാണ് ആ ഒരു ഫേസ് ഓഫ് അറ്റാക്ക് ചെയ്യുന്നത്. ഡയമീറ്റർ മോഡറേറ്റ് ആണെങ്കിൽ റിംഗ് ഗിർഡർ കൊടുക്കും. ഇനി ലാർജ് ഡയമീറ്റർ ആണെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനിയും പറയാനുള്ളത് ഈ ട്രങ്ക് പോർഷൻ ഇല്ലേ, നടുക്കത്തെ ഈ സെൻട്രൽ പോർഷൻ. അപ്പം ഇതിനകത്ത് നമ്മളൊരു പ്രൊപ്പല്ലിംഗ് ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാക്ക് ഹൈഡ്രോളിക് ജാക്കിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ഷീൽഡ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം ട്രങ്ക് പോർഷനകത്ത് നമ്മളൊരു ഷീൽഡ് മൂവ് ചെയ്യാൻ വേണ്ടി പ്രൊപ്പല്ലിംഗ് ജാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം മൂവ്മെൻറ്റ് ഓഫ് ഷീൽഡ് ഇൻ ഫോർവേഡ് ഡയറക്ഷന്, ഷീൽഡിൻ്റെ ഫോർവേഡ് ഡയറക്ഷനിലോട്ടുള്ള മൂവ്മെൻറ്റിനെ നമുക്ക് ഷോവ് ഓഫ് ദി ഷീൽഡ് എന്ന് പറയാം. SHOVE. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനിയും ഹൈഡ്രോളിക് ജാക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്തുമാത്രം ജാക്ക് കൊടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സോയിലിൽ നിന്നുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ. അപ്പം ഒത്തിരി റെസിസ്റ്റൻസ് ഉള്ള സോയിലാണെങ്കിൽ അതനുസരിച്ച് നമ്പർ ഓഫ് ഹൈഡ്രോളിക് ജാക്ക് കൂടണം, എന്നാലേ ഫ്രണ്ടിലോട്ട് മൂവ് ആകത്തുള്ളൂ. ഓക്കെ, അത് ആ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി നമ്മൾ സോയിൽ സാമ്പിൾ എടുത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സ്റ്റഡി ചെയ്തിട്ടാണ്. അതിനെപ്പറ്റി നമ്മളിപ്പം വലിയതായിട്ട് മനസ്സിലാക്കേണ്ട. ജസ്റ്റ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് അനുസരിച്ചായിരിക്കും നമ്പർ ഓഫ് ഹൈഡ്രോളിക് ജാക്സ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. അത്രയും മനസ്സിലാക്കുക. അപ്പം ഇതാണ് സെൻട്രൽ പോർഷൻ. ഓക്കെ, ഇനി അടുത്തത് ടെയിൽ പോർഷൻ എന്ന് വെച്ചാൽ ബാക്ക്വേർഡിലുള്ളതാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ ടൂൾസ് ഒക്കെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടെയിൽ പോർഷൻ്റെ അവിടെ ആയിട്ടായിരിക്കും നമ്മൾ ലൈനിങ്സ് ഒക്കെ ഇങ്ങനെ അസംബിൾ ചെയ്ത് നമ്മൾ പോകുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഷീൽഡ് വെച്ചിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലൈനിങ് കൊടുക്കണം. ഓക്കെ, കാരണം സോയിൽ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പം ഈ എക്സ്കവേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മൾ ലൈനിങ് കൊടുത്തില്ലെങ്കിൽ അത് ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ലൈനിങ്ങിൻ്റെ ഒക്കെ അസംബ്ലി ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഷീൽഡിൻ്റെ ആ ടെയിൽ പോർഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ലൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പ്രീകാസ്റ്റ് ആയിരിക്കും, നേരത്തെ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനമായിരിക്കും. അതങ്ങനെ അത് പാർട്സ് ആയിട്ട് വന്നിട്ട് ഇതിനകത്ത് വെച്ച് അസംബിൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ടണലിനുള്ളിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്തത് പ്രൈമറി ലൈനിങ്. ഇപ്പം നേരത്തെ പറഞ്ഞ ലൈനിങ്ങിനെ പറ്റിയാണ്. അപ്പം സോയിൽ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ടണലിൻ്റെ ആ ഒരു പോർഷൻ കുറച്ച് എക്സ്കവേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉടനെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ പ്രൈമറി ലൈനിങ് അവിടെ കൊടുക്കും. ഇല്ലെങ്കിൽ സോഫ്റ്റ് അല്ലെങ്കിൽ സറൗണ്ടിങ് സോയിൽ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അത് ഫോൾ ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പ്രൈമറി ലൈനിങ് നമ്മൾ ഇപ്പം കൊടുക്കുന്നത്
സാധാരണ ഹെവി കാസ്റ്റ് അയൺ ലൈനിങ് ആയിരിക്കും. ഓക്കെ, ഹെവി കാസ്റ്റ് അയൺ ലൈനിങ് ആയിരിക്കും നമ്മൾ സാധാരണ ഈ ഒരു ഷീൽഡിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ലൈനിങ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഫാബ്രിക്കേഷൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഹെവി കാസ്റ്റ് അയൺ ലൈനിങ് നമ്മൾ യൂസ് ചെയ്യണമെന്ന്. ഓക്കെ, ഇനി ഈ ഒരു പ്രൈമറി ലൈനിങ്സ് വെച്ചാൽ നമുക്ക് സെക്കൻഡറി ലൈനിങ്ങും ഉണ്ട്, പ്രൈമറി ലൈനിങ്ങും പറയാം. ഓക്കെ, ഹെവി കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് പ്രൈമറി ലൈനിങ്ങിലാണ് വരുന്നത്. എന്തിനാന്ന് കൊടുക്കുന്നത് സറൗണ്ടിങ് സോയിലൊന്നും താഴോട്ട് വീഴാതിരിക്കാൻ. ഇനി സെക്കൻഡറി ലൈനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നടുക്കത്തെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഈ അയണിൻ്റെ ആണല്ലോ നമ്മൾ പ്രൈമറി ലൈനിങ് കൊടുക്കുന്നത്. ആ ഒരു അയണിൻ്റെ ആ ഒരു പോർഷൻ്റെ ഫ്ലാഞ്ചസിൻ്റെ അവിടെ നമ്മൾ 5 to 7 സെൻറ്റിമീറ്റർ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യും. അത് നമ്മൾ ഇച്ചിരി സപ്പോർട്ടിന് വേണ്ടിയും ആണ് നമ്മളൊരു കോൺക്രീറ്റും കൂടെ ആ ഒരു ഫ്ലാഞ്ച് പോർഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പ്രൈമറി ലൈനിങ് ഹെവി കാസ്റ്റ് അയണും. സെക്കൻഡറി ലൈനിങ് എന്ന് വെച്ചാൽ നമ്മളൊരു 5 to 7 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ കോൺക്രീറ്റ് കൊടുക്കുന്നതിനാണ് സെക്കൻഡറി ലൈനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു മെറിറ്റ്സ് ഓഫ് ഷീൽഡ് മെത്തേഡ്. എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഈ ഒരു ഷീൽഡ് മെത്തേഡിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഫുൾ ഡയമെൻഷൻ അവൈലബിൾ ആണ് അല്ലേ. നമ്മൾ അല്ലാതെ ഇപ്പം ബോട്ടം പോർഷൻ ആദ്യം ടണൽ ചെയ്തിട്ട് പിന്നെ അപ്പർ പോർഷൻ ചെയ്യാം, അങ്ങനെയൊന്നും അല്ലല്ലോ. ഫുൾ ഡയമെൻഷൻ നമ്മൾ അറ്റ് എ ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീഡിയാണ് വർക്ക്. പിന്നെ നമുക്ക് ഈ ഒരു ടണൽ ഇങ്ങനെ അഡ്വാൻസ് ആവും തോന്നുന്നു ഫ്രണ്ടിലോട്ട് പോകുന്നതോറും നമുക്ക് സപ്പോർട്ട് കൊടുത്ത് അങ്ങ് പോകാൻ പറ്റുന്നുണ്ട് ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, പിന്നെ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം എക്സാമിന് ഈ ഒരു പ്രോബ്ലം ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷനൊക്കെ എഴുതാൻ വന്നാൽ ഈ ഒരു ഫിഗർ വരയ്ക്കാനാണ് ഇച്ചിരി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിലെ ഫിഗറിനേക്കാളും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ഗ്രൗണ്ടാന്ന് വെച്ചോ, മേളത്തെ പോർഷൻ സർഫസ്. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊരു വെർട്ടിക്കൽ ഷാഫ്റ്റ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യും അല്ലേ. അതാണ് ഷാഫ്റ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഷാഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് പിന്നെ ഇങ്ങനെയാണല്ലോ നമ്മൾ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഈ ഒരു നീല പോർഷൻ കണ്ടോ, ഇതാണ് നിങ്ങളുടെ ഷീൽഡ് ടണലിംഗ് മെഷീൻ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഷീൽഡാണ് ഈ സൈഡിലെയും ഇവിടുത്തെ ഈ പോർഷൻ ഷീൽഡ് എന്ന് പറയാം അതിനെ. ഓക്കെ, അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്, കട്ടിങ് ബ്ലേഡൊക്കെ ഇല്ലേ, ബ്ലേഡ് കൊടുത്തിട്ടുണ്ട്, കട്ടിങ് എഡ്ജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. ആ മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഒരു ലൈനിങ് കൊടുക്കും, അതിൻ്റെ മേളിൽ നമ്മൾ കോൺക്രീറ്റ് ലൈനിങ്ങും രണ്ട് സൈഡിലും താഴെയും മേളിലും കൊടുക്കുന്നു. ഓക്കെ, ഈ ലൈനിങ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു എക്സ്കവേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പൊട്ടി വീഴുന്ന സോയിലൊക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ മക്ക് എന്ന് പറയുന്നു. ആ മക്കിനെ നമ്മൾ റിമൂവ് ചെയ്യണം, കൺവെയർ ബെൽറ്റ് വെച്ച് റിമൂവ് ചെയ്ത് പുറത്തോട്ട് ഔട്ട് ഓഫ് ദി ടണലും എത്തിക്കുന്നു. ഓക്കെ, ഇതാണിപ്പം ഷീൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ഒരു ഫിഗറിൽ. അടുത്തത് ഒരു വീഡിയോ ആയിരുന്നു, പക്ഷെ അത് പ്ലേ ആകുന്നില്ല. അപ്പം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു മെത്തേഡ് എക്സ്പ്ലെയിൻ ആവും. ഓക്കെ, ഇനിയും നമുക്ക് ഓക്കെ, ഇത് ഈ ഒരു ഫിഗർ കണ്ടോ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് വെച്ചാൽ ടണൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ആർ ശ്രീനിവാസൻ എന്ന ഓദറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറാണ്. അപ്പം ഇത് പെട്ടെന്ന് അങ്ങോട്ടൊന്നും മനസ്സിലാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന കണ്ടോ, ഇത് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഒരു എലിവേഷൻ വ്യൂ ആണ്. അപ്പം ഇങ്ങനെ വെർട്ടിക്കൽ മെമ്പർ ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്, പിന്നെ കട്ടിങ് എഡ്ജസ് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ ഈ ഒരു ഇമേജ് എന്ന് വെച്ചാൽ ഒരു സെക്ഷണൽ ഇമേജ് ആണ് സൈഡിൽ നിന്നുള്ള. അപ്പം ഇവിടെ കട്ടിങ് എഡ്ജ് ഉണ്ട്, പിന്നെ ഇത്രയാണ് ഈ പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ സെൻട്രൽ ട്രങ്ക് പോർഷൻ, ലൈനിങ് കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം പിന്നെ ഈ ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഒരു എഫക്റ്റ് അനുസരിച്ചാണ് ഈ സാധനം മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ ഒരു പടം വരയ്ക്കുന്നതിലും ബെറ്റർ എനിക്ക് തോന്നുന്നു മറ്റേ ഫിഗർ വരയ്ക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ പറയാനുള്ളത് ജസ്റ്റ് ഈ ഷീൽഡ് മെത്തേഡിൻ്റെ അപ്പോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, എക്സ്കവേഷൻ ചെയ്യണം അല്ലേ, പിന്നെ ഈ അറ്റാക്ക് ചെയ്ത ഫേസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകണം, പിന്നെ ലൈനിങ് അസംബിൾ ചെയ്യണം, അതിനകത്ത് കൊണ്ടുവന്നിട്ട് ലൈനിങ് എല്ലാം അസംബിൾ ചെയ്യണം, മക്ക് റിമൂവൽ അല്ലേ, വേസ്റ്റ് ഉണ്ടാകുന്നതിനൊക്കെ റിമൂവ് ചെയ്ത് വിടണം. അത്രയാണ് വേരിയസ് സ്റ്റെപ്സ് ഓഫ് ടണലിംഗ് വിത്ത് ഷീൽഡ്. പിന്നെ ഇത് ജസ്റ്റ് ആ ഒരു ഷീൽഡ് മെഷീൻ്റെ ഉള്ളിലത്തെ ഷീൽഡ് മെഷീൻ്റെ ഉള്ളിലത്തെ ഒരു പോർഷനാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. കുറേ മാർക്കിങ്സ് ഉണ്ട്, കട്ടിങ് വീല്
ഏറ്റവും ഫ്രണ്ടിലത്തെ പോർഷൻ, പിന്നെ എക്സ്കവേഷൻ ചേംബർ. ഇതിനകത്ത് ഇങ്ങനെ കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്, അല്ല ചുമ്മാ ഒരു സാധനമല്ല. ഇതിനകത്ത് ഒത്തിരി ഇങ്ങനെ ആൾക്കാർ കയറി നിൽക്കാനുള്ള പോർഷൻസ്, കൺവെയർ, സ്ക്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പോകുന്ന പോർഷൻസ്, ഇത് കോൺക്രീറ്റ് ലൈനിങ് കൊടുത്ത് പോകുന്നതാണിത്. ഓക്കെ, അപ്പം ഇതാണ് ജസ്റ്റ് ഒരു അകത്തത്തെ ഒരു ഇമേജ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമുള്ളൂ. മറ്റേ പാർട്സും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. എക്സ്കവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ മെത്തേഡും ആ ഒരു ഫിഗർ വരയ്ക്കാനൊക്കെ പഠിച്ചാൽ മതി. ഒരു 10 മാർക്കിന് അല്ലെങ്കിൽ 15 മാർക്കിന് വന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ടണലിംഗ് ഇൻ വാട്ടർ ബിയറിംഗ് സോയിൽ എന്ന് വെച്ചാൽ സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ അതിൽ കുറച്ചുകൂടെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ട്. അല്ലെങ്കിൽ റിവറിന്റെ താഴെ കൺസ്ട്രക്ഷൻ ചെയ്യുമെന്ന് വിചാരിക്കുക, ടണൽ. അവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ടണലിംഗ് ചെയ്യുന്നത് നോക്കാം. അപ്പം അങ്ങനത്തെ ഏരിയയിൽ ടണലിംഗ് ചെയ്യുമ്പം എന്താ, നമ്മുടെ ടണലിനുള്ളിൽ അല്ലെങ്കിൽ എക്സ്കവേറ്റഡ് ടണലിന്റെ ഉള്ളിൽ വാട്ടർ എൻ്റർ ആകാൻ ചാൻസ് ഉണ്ട്. വാട്ടറിന്റെ കൂടെ ഫൈൻ ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്തെടുക്കും, ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഇങ്ങനെ സോയിലും വെള്ളവും കൂടെ അകത്ത് കയറിയാൽ അത് പിന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വാട്ടറിന്റെ ഫ്ലോ ഇല്ലേ, അതിനെ നമ്മൾ കൗണ്ടർ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ആ വാട്ടറിന്റെ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യണം. ആ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോയിന് കാരണമാകുന്ന ഒരു ഹെഡ് അല്ലെങ്കിൽ ആ ഒരു എനർജീനെ നമ്മൾ കൗണ്ടർ ബാലൻസ് ചെയ്യണം. അപ്പം കോമൺലി ഇങ്ങനത്തെ ഒരു കൗണ്ടർ ബാലൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. അതിന് എഗ്നിസ്റ്റ് ആയിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുക്കുക. ഇതാണ് നമ്മൾ കോമൺ മെത്തേഡായിട്ട് നമ്മൾ കൗണ്ടർ ബാലൻസിന് വേണ്ടി അല്ലെങ്കിൽ വാട്ടറിന്റെ ഒരു ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഈ ഒരു കംപ്രസ്ഡ് എയർ മെത്തേഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ഫിഗർ കണ്ടോ? ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ടണലിന്റെ ഉള്ളിലത്തെ പോർഷനെയാണ് കാണിച്ചിരിക്കുന്നത്. വാട്ടറിന്റെ എഫക്റ്റ് എങ്ങനെയാണ് ടണലിനുള്ളിൽ വരുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ, ആ ഒരു ഡയഗ്രത്തിനകത്ത് ഡി എന്ന് പറയുന്നത് ആ ഒരു പ്രപ്പോസ്ഡ് ടണലിന്റെ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. പിന്നെ എച്ച് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? ആ എച്ച് എന്ന് പറയുന്നത് ഹെഡ് കോസിങ് ഫ്ലോ അറ്റ് സെന്റർ ഓഫ് ടണലാണ്, എച്ച് മീറ്റർ എന്നാണ് വിചാരിക്കുക. അതുപോലെ തന്നെ ക്രൗൺ പോർഷൻ ഉണ്ട്, ഏറ്റവും മേളത്തെ പോർഷൻ, അവിടെ ഫ്ലോയിനെ കോസ് ചെയ്യുന്ന ഹെഡ് എന്ന് പറയുന്നത് H-d/2. ഇൻവേർട്ട് ആ ഫ്ലോർ പോർഷനിൽ, ഓക്കെ, ഇത് H-d/2. ഇത് ഇൻവേർട്ട് പോർഷനിൽ ഹെഡ് കോസിങ് ഫ്ലോ എന്ന് പറയുന്നത് H+d/2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ പോർഷനിലെയും ആ ഒരു ഹെഡ് കോസിങ് ഫ്ലോ എന്ന് എങ്കിൽ നമ്മൾ ഈ ഒരു സെൻട്രൽ പോർഷൻ കണ്ടില്ലേ, ഈ ഒരു ഹെഡ്, ഇതിന് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കും, സപ്ലൈ ചെയ്യും. സെൻട്രലിൽ നിന്ന് തന്നെ കംപ്രസ്ഡ് എയർ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും. അതിൻ്റെ ഒരു എഫക്റ്റ് കാരണം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വാട്ടർ വരുന്നതിന് നമ്മൾ അങ്ങോട്ട് പ്രഷർ കൊടുക്കുകയാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം ഈ വാട്ടർ ആ ഒരു പോഴ്സിൽ നിന്ന് നേരെ ബാക്കിലോട്ട് ഫ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് കാരണമാണ് ഈ ടണലിൻ്റെ ഈ അപ്പർ പോർഷനിൽ എ ബൾബ് ഓഫ് ഡ്രൈ സോയിൽ, എന്ന് വെച്ചാൽ ഡ്രൈ സോയിൽ എല്ലാം കൂടെ അപ്പർ പോർഷൻ വന്നിങ്ങനെ കെട്ടിക്കിടക്കാൻ, ഇങ്ങനെ കൂടിക്കിടക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഒരു ബൾബ് ഓഫ് ഡ്രൈ സോയിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് കാണാനൊന്നും പറ്റത്തില്ല, ആ ഒരു എഫക്റ്റ് കാരണം. അങ്ങനെ ഒരു കാരണം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എയർ കൊടുക്കുക, എയറിന്റെ ആ ഒരു മൂവ്മെന്റ് കാരണം ഈ വാട്ടർ നേരെ ബാക്കിലോട്ട് ഫ്ലോ ആവും. അതിന്റെ ഒരു എഫക്റ്റ് കാരണം കുറേ പോർഷൻ ഓഫ് സോയിൽ അപ്പർ പോർഷനിലോട്ട് അങ്ങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബൾബ് ഓഫ് ഡ്രൈ സോയിൽ അവിടെ ക്രിയേറ്റ് ആവും. പിന്നെയും വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോവർ ഹാഫിൽ കൂടെ ആയിരിക്കും, ഇനിയും വാട്ടർ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നൊക്കെ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കംപ്രസ്ഡ് എയർ നമ്മൾ സെൻറ്ററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഡ്രൈ സോയിലിന് ഒരു ബൾബ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയും ഹെഡ് കോസിങ് ദി ഫ്ലോ. അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്കിങ്ങനെ വാട്ടറിൻ്റെ ഫ്ലോയിനെ നമുക്ക് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആ ഹെഡ് കോസിങ് ഫ്ലോ, വാട്ടറിൻ്റെ ആ ഫ്ലോയുടെ ഹെഡ് കുറച്ചുകൂടെ കൂടിയാൽ, എന്ന് വെച്ചാൽ ഇപ്പോൾ ലീക്കേജ് ഒക്കെ കാരണം പിന്നെ വെള്ളം തിരിച്ച് ടണലിലോട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെയും കേസസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കംപ്രസ്ഡ് എയർ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പം ആ ഒരു എഫക്റ്റ് കുറവാണെങ്കിൽ, കംപ്രസ്ഡ് എയർ കൊടുത്തതിൻ്റെ ഒരു പ്രശ്നം കാരണമോ, അല്ലെങ്കിൽ നല്ല ഫ്ലോ ആണ് അവിടെ വാട്ടർ എങ്കിൽ നമ്മുടെ ടണലിനുള്ളിൽ ഫുള്ള് വെള്ളമാകാൻ ചാൻസ് ഉണ്ട്. പല ഏരിയയിൽ നിന്ന് ടണലിന് ഉള്ളിലോട്ട് വെള്ളം വന്നിട്ട് ടണൽ ഫുൾ ഓഫ് വാട്ടർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു കംപ്രസ്ഡ് എയർ സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാൻ, എയർ സപ്ലൈയുടെ കൂടെ തന്നെ കയറുന്ന വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും വെൽ പോയിന്റ് സിസ്റ്റം, എന്ന് വെച്ചാൽ ഒരു വെൽ പോയിന്റ്, ഒരു പൈപ്പ് കൊടുത്ത്
നമ്മൾ പമ്പ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതി എന്തെങ്കിലും കൂടെ അഡീഷണലി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് വെൽ പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മളത് നമ്മുടെ എക്സ്കവേഷൻ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ചൂസ് ചെയ്ത സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പല സ്ഥലത്തൊക്കെ ആയിട്ട് നമ്മൾ കുറേ വെൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് ഇത്രയും ഡിസ്റ്റൻസ് സ്പേസ്ഡ് ആയിരിക്കും. ഈ വെൽ പോയിന്റിനകത്ത് അസംബ്ലിയിൽ വെൽ പോയിന്റ് ആ ഒരു അറ്റത്തെ ആ പോർഷൻ വരും, വെള്ളം കയറുന്ന ഒരു പോർഷൻ. പിന്നെ സ്ക്രീൻ കാണും, കാരണം സോയിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അതിനകത്തോട്ട്. അപ്പം അതിനെ സ്ക്രീൻ ചെയ്ത് മാറ്റാൻ സ്ക്രീൻ കാണും, റൈസർ പൈപ്പ് കാണും, മേളിലുള്ളൊരു ഹെഡർ പൈപ്പ് കാണും. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അങ്ങ് പമ്പ് വരെ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വെൽ പോയിന്റിലോട്ട് വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഒരു പാർഷ്യൽ വാക്വം വഴിയായിരിക്കും. ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കുറവാണെങ്കിൽ അവിടെ പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും വെള്ളം ഈ വെൽ പോയിന്റ് സിസ്റ്റത്തിലോട്ട് കയറുന്നത്, എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഹെഡർ പൈപ്പിൽ കൂടെ പമ്പ് വെച്ച് അത് നമ്മൾ റിമൂവ് ചെയ്യും വാട്ടർ. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോർ ഡ്രെയിനിങ് വാട്ടർ ഫ്രം ദി ടണൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഒരു മെത്തേഡിലോട്ട് കടക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. വാട്ടർ ബിയറിംഗ് സോയിൽ കാണും, അവിടെ ടണലിങ് ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ടണലിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ വാട്ടർ എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുത്തിട്ടാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പം ലീക്കേജസ് കാണും, പിന്നെയും വെള്ളം എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു വെൽ പോയിന്റ് സിസ്റ്റം കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് പ്ലീനം പ്രോസസ് ഓഫ് ടണലിംഗ് എന്നും കൂടി പറയാം. ഓക്കെ, അപ്പം ആ ഒരു നെയിം കൂടെ ഓർത്ത് വെച്ചോ, കംപ്രസ്ഡ് എയർ മെത്തേഡ് അല്ലെങ്കിൽ പ്ലീനം പ്രോസസ് ഓഫ് ടണലിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ കംപ്രസ്ഡ് എയർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കംപ്രസ്ഡ് എയർ ആണ് നമ്മൾ ആ ഒരു കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടണൽ ഹെഡിങ് അല്ലെങ്കിൽ ടണൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു എൻക്ലോസ്ഡ് സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ, ആ സ്പേസിനകത്തൂടെ നമ്മൾ സ്യൂട്ടബിൾ പ്രഷറിൽ എയർ കൊടുക്കും. ആ ഒരു പ്രഷറിൻ്റെ എഫക്റ്റ് കാരണം വാട്ടർ എല്ലാം അങ്ങ് റിമൂവ്ഡ് ആവും, ഇച്ചിരി മാറിപ്പോകും. എന്നിട്ട് നമുക്ക് ബാക്കി മറ്റേ ഷീൽഡ് മെത്തഡ് ഇല്ലേ, അതിൽ ചെയ്ത പോലെ അങ്ങ് എക്സ്കവേറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഒരു കംപ്രസ്ഡ് മെത്തേഡിൽ അതിനകത്തുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ബൾക്ക് ഹെഡ് ഉണ്ട്, എയർ ലോക്ക് ഉണ്ട്, എയർ കംപ്രസർ, ജനറേറ്റർ, പമ്പ്. ഇതിലെ ബൾക്ക് ഹെഡും എയർ ലോക്കും നമ്മൾ ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കും. ഇനി എയർ കംപ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ ഒരു കംപ്രസ്ഡ് എയർ കൊടുക്കാൻ വേണ്ടി, റിക്വയർഡ് പ്രഷറിൽ കൊടുക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. ജനറേറ്റർ ഇലക്ട്രിക് പവർ കൊടുക്കാൻ വേണ്ടി, പമ്പ് ലീക്കിംഗ് വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി, പമ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടി പമ്പും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ബൾക്ക് ഹെഡും എയർ ലോക്കും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ബൾക്ക് ഹെഡ് എന്ന് വെച്ചാൽ ടണലിൻ്റെ സെക്ഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഒരു സോളിഡ് വോൾ ആയിരിക്കും. അത് നമ്മൾ ടണൽ സെക്ഷന് എക്രോസ് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് ടണലിൻ്റെ സെക്ഷൻ എക്രോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് രണ്ട് സോൺ ഓഫ് പ്രഷറിനെ, 2 ഡിഫറെൻറ്റ് സോൺ ഓഫ് പ്രഷറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സോളിഡ് വോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. 2 സോൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ പോർഷൻ ഹൈ എയർ പ്രഷർ സോൺ ആയിരിക്കും. ഓക്കെ, ബാക്കിലെ പോർഷൻ അല്ലെങ്കിൽ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ സോൺ ആയിരിക്കും. ഓക്കെ, അങ്ങനെ രണ്ടാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബൾക്ക് ഹെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കണം ഈ ഒരു വോള്, എന്നാലേ പ്രഷർ ഡിഫറൻസിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് RCC അല്ലെങ്കിൽ സിമെന്റ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എയർ ലോക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബൾക്ക് ഹെഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വോള് മാത്രമല്ല, അതിന് ഒരു ഷീൽഡ് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, അതിനുള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബൾക്ക് ഹെഡിൻ്റെ അകമേ നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എയർ ലോക്ക്. ഓക്കെ, അപ്പോൾ എയർ ലോക്ക് എന്താണെന്ന് വെച്ചാൽ റിസർവ്ഡ് സ്പേസ് ആണ് കൺസ്ട്രക്റ്റഡ് ഇൻ ബൾക്ക് ഹെഡ് ഫോർ ട്രാൻസ്ഫറിങ് മാൻ ആൻഡ് മെറ്റീരിയൽസ് ഫ്രം വൺ സോൺ ഓഫ് പ്രഷർ ടു അനദർ സോൺ ഓഫ് പ്രഷർ. നമ്മൾ പറഞ്ഞില്ലേ ബൾക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇപ്പുറത്തെ സോൺ ഓഫ് പ്രഷറിൽ നിന്ന് തൊട്ടപ്പുറത്തെ സോൺ ഓഫ് പ്രഷറിലോട്ട് എന്തിനെയൊക്കെ, മെറ്റീരിയൽസിനെയും വർക്കേഴ്സിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എയർ ലോക്ക് എന്ന ഒരു റിസർവ്ഡ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആണ്, എയർ ടൈറ്റ് സിലിണ്ടറിക്കൽ സ്റ്റീൽ ചേംബർ ആയിരിക്കും. ഓക്കെ, 2 to 3 മീറ്റർ ഡയമീറ്റർ, 25 മീറ്റർ ലോങ് ആയിരിക്കും. അതിന് 2 എൻഡിലും ഡോർ ഉണ്ടായിരിക്കും. ആ ഡോർ അകത്തോട്ടാണ് തുറക്കുന്നത്, ഓപ്പണിംഗ് ഇൻവേർഡ് ആണ്. ഇനിയും ഡോർ ഓപ്പണിങ്സ് അതിൻ്റെ കൂടെ നമ്മൾ ഗ്യാസ്കറ്റ്സ് നമ്മൾക്ക് കൊടുക്കും ടു കീപ് എയർ ടൈറ്റ് വെൻ ക്ലോസ്ഡ്. അപ്പോൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ അത് ഫുൾ എയർ ടൈറ്റ് ആയിരിക്കണം. അതങ്ങനെ സീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും ചെറിയ ഹോളോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒന്ന് ഫില്ലാക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസ്കറ്റ് കൊടുക്കുന്നത്, സീലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാധനം നമ്മൾ കൊടുക്കണം, എന്നാലേ ക്ലോസ് ആയാലും അത് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഓക്കെ,
പിന്നെ ഈ ലോക്ക്, ആ ഒരു ഡോറിൻ്റെ ലോക്കിൽ നമ്മൾ വാൽവ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എയർ പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ടണൽ വർക്കിംഗ് പ്രഷറൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാൽവ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു എയർ ലോക്കിനകത്ത് തന്നെ നമ്മൾ ബുൾസ് ഐ ഉണ്ടായിരിക്കും. ബുൾസ് ഐ എന്ന് വെച്ചാൽ ആ ഡോറില്ലേ, ആ ഡോറിൽ നമ്മൾ എയർ ലോക്കിൻ്റെ ഡോർ ഉണ്ടല്ലോ രണ്ടറ്റത്തും, രണ്ട് സൈഡിലും. അപ്പോൾ അതിൽ ഒരു ബുൾസ് ഐ എന്ന് വെച്ചാൽ ഒരു ലെൻസ്, ആ ലെൻസിൽ കൂടെ നോക്കിയാൽ അപ്പുറത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്, അങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി. ഫോർ ഇൻസ്പെക്ഷൻ ഫോർ വെൻ ഡോർസ് ആർ ഷട്ട് ടൈറ്റ്. ഡോറ് ടൈറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുക, തുറക്കാൻ പറ്റത്തില്ല. തുറക്കണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് വരണം, അതിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ അത് തുറക്കാൻ പറ്റാത്ത സമയത്ത് അപ്പുറം എന്താ നടക്കുന്നതെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കണമെങ്കിൽ, ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു ബുൾസ് ഐ എന്ന് ചെറിയ ലെൻസ് കാണും. നമ്മൾ ഡോറിലൊക്കെ നമ്മൾ പണ്ടത്തെ ഇപ്പോഴും ഉണ്ട് വീട്ടിലൊക്കെ, നമ്മൾ ഡോറിൽ ചെറിയൊരു ലെൻസ് വെക്കത്തില്ലേ, പുറത്ത് ആര് വന്നു നോക്കാൻ വേണ്ടി. അത് അങ്ങനത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു ബുൾസ് ഐ നമ്മൾ ഈ ഒരു ഡോറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോർ ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പം ഈ കൊടുത്തിരിക്കുന്നതാണ് ഒരു ബൾക്ക് ഹെഡിനകത്ത് എയർലോക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ, ആ ഒരു ഹാഷ് ചെയ്ത പോർഷൻ ബൾക്ക് ഹെഡാണെന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു, എയർലോക്ക് കൊടുത്തു. 2 ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്, അകത്തോട്ടാണ് തുറക്കുന്നത്. അപ്പം ഈ ഡോറിൻ്റെ അകത്ത് എവിടെയെങ്കിലും ആയിട്ട് സൈഡിലായിട്ട് ഒരു ബുൾസ് ഐ കൊടുക്കും. 4 mm ഡയമീറ്ററിൽ നമ്മളൊരു ബുൾസ് ഐ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിനാണ് എയർലോക്ക് ഫിക്സ്ഡ് ഇൻ ബൾക്ക് ഹെഡ് എന്ന് പറയുന്നത്. ബൾക്ക് ഹെഡിനുള്ളിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് എയർലോക്ക് നോക്കാം. അപ്പം മാൻ എയർലോക്ക് ഉണ്ട്, മെറ്റീരിയൽ എയർലോക്ക് ഉണ്ട്, എമർജൻസി എയർലോക്ക് ഉണ്ട്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം മാൻ എയർലോക്ക് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് മാൻ, അല്ലെങ്കിൽ വർക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എയർലോക്ക്, അല്ലെങ്കിൽ ആ ഒരു റിസർവ്ഡ് സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.8 മീറ്റർ ഡയമീറ്റർ തൊട്ട് 2 മീറ്റർ ഡയമീറ്റർ വരെ ആകാം. അതിൻ്റെ ഡോറിൻ്റെ സൈസ് പറയുന്നുണ്ട് 0.75 മീറ്റർ ബൈ 1.2 മീറ്റർ, 25 മീറ്റർ ലോങ് ആയിരിക്കും ആ ഒരു എയർലോക്ക്. ഓക്കെ, അപ്പം ട്രാൻസ്ഫറിങ് ഓഫീസേഴ്സ്, വർക്കേഴ്സ് ആൻഡ് അതേഴ്സ് ഫ്രം വൺ സോൺ ടു അതർ സോൺ വിത്തൗട്ട് സ്ട്രെസ്സിങ് ദി മാൻ. അവർക്കൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മാൻ എയർലോക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ഫോർ എൻട്രിങ് ടു വർക്കിംഗ് സോൺ, അപ്പം നമ്മൾ വർക്കിംഗ് ചേമ്പറിൻ്റെ അകത്തോട്ട് കയറണം. അപ്പം നമ്മൾ ഇപ്പുറം നിൽക്കുക, അറ്റ്മോസ്ഫിയറിക് സോണിൽ നിൽക്കുക, വർക്കിംഗ് ചേമ്പറിലോട്ട് നമുക്ക് പോകണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പ്രഷർ ഇൻ ദി എയർലോക്ക് ഈസ് മേഡ് ഈക്വൽ ടു. അപ്പം ഈ എയർലോക്ക് എന്ന ഒരു ചേമ്പറില്ലേ, ആ ഒരു സ്പേസില്ലേ, അതിനകത്തെ പ്രഷർ നമ്മൾ ആദ്യമേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്കണം. വാൽവ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ എയർലോക്കിനകത്ത് ആദ്യമേ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്കണം. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സൈഡിലെ, റിയർ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയി കഴിയുമ്പോൾ അത് ഓപ്പൺ ചെയ്യുക. വർക്കേഴ്സ് എല്ലാം അതിനകത്ത് കയറും. ഇങ്ങോട്ടാ മാൻ എയർലോക്കിലോട്ട് കയറും. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു മാൻ എയർലോക്കിനകത്തെ പ്രഷർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യിക്കും. എന്ന് വെച്ചാൽ വാൽവൊക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കും. ഇൻക്രീസ് ചെയ്താൽ മാത്രമേ, അത് ഇൻക്രീസ് ചെയ്യേണ്ടത് തൊട്ടിപ്പുറയുള്ള വർക്കിംഗ് സോണില്ലേ, ആ വർക്കിംഗ് സോണിൻ്റെ അത്രയും പ്രഷർ തന്നെ ഇതിനകത്തും വരണം. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും എന്താ പറ്റുന്നത്, നമുക്ക് ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻക്രീസ് ചെയ്യുക, കറക്റ്റ് പ്രഷർ ആകാത്ത അത്രയും നേരം അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അത് സെയിം പ്രഷറായി കഴിയുമ്പോൾ, വർക്കിംഗ് സോണിൻ്റെ സെയിം പ്രഷർ ഈ എയർലോക്കിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഫ്രണ്ട് ഡോർ ഓപ്പൺ ആകും. എന്നിട്ട് വർക്കേഴ്സിന് ആ വർക്കിംഗ് സോണിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു മാനുവൽ എയർലോക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാൻ എയർലോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ആ ഒരു ബൾക്ക് ഹെഡ് എന്ന പോർഷനാണ് ഇവിടെ മെയിൻ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വർക്കിംഗ് ചേമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളപ്പം ഈ ഒരു പോർഷനാണ് നമ്മുടെ മാൻ എയർലോക്ക് എന്ന് വിചാരിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ റിയർ ഡോറ്, ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറാണെങ്കിൽ ഈ ഒരു പോർഷനാണ് മാൻ എയർലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ഇവിടെ ഈ സ്റ്റെപ്പ് വരെ കയറി ഇവിടെ വന്നു, ഇവിടെ ഇങ്ങോട്ട് കയറി വർക്കിംഗ് ചേമ്പറിൽ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്, മെറ്റീരിയൽ എയർലോക്കും ഉണ്ട്, എമർജൻസി എയർലോക്കും ഉണ്ട്. മെറ്റീരിയൽ എയർലോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയായിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. മാൻ എയർലോക്ക് വർക്കേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഇനി മെറ്റീരിയൽ എയർലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് 1.8 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ബൈ 3 മീറ്റർ ഡയമീറ്റർ ഒക്കെ ഉള്ളതായിരിക്കും. അതിൻ്റെ ലെന്ത് എന്ന് വരച്ചാൽ അതിനകത്തോട്ട്
വരാൻ പോകുന്ന ട്രക്കിൻ്റെ സൈസ്, വാഗൺ സൈസ്, കാർഡ് സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതുവഴി നമ്മൾ അൺവാണ്ടഡ് മെറ്റീരിയൽസ്, ഇക്വിപ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. അപ്പോൾ അൺവാണ്ടഡ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എക്സ്കവേറ്റഡ് സോയിൽ, യൂസ്ഡ് അപ്പ് മെറ്റീരിയൽസ്, ഇക്വിപ്മെൻറ്റ്സ് ടു ബി റിപ്പയർഡ്, ഇക്വിപ്മെൻറ്റ്സ് നോട്ട് റിക്വയർഡ് അറ്റ് സൈറ്റ്, ഇതൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെറ്റീരിയൽ എയർലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് താഴത്തെ പോർഷൻ, താഴത്തെ എയർലോക്ക് അതാണ്. അപ്പോൾ ഇതും ഒരു സൈഡ് വ്യൂ പോലത്തെയാണ്. അപ്പോൾ ഇത് മെറ്റീരിയൽ എയർലോക്ക് താഴെ കൊടുക്കുന്നത്. ഈ നടുക്കത്തെ പോർഷൻ മാൻ എയർലോക്ക് ആയിരിക്കും. ഏറ്റവും മേളിൽ ഒരു എമർജൻസി എയർലോക്ക് ഉണ്ട്. പിന്നെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, ലൂസ് സ്റ്റെയർ ഉണ്ട്, ഗ്യാങ് വേ എന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെയുള്ള സ്റ്റെയർ കേസ് അവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഏതാ നോക്കേണ്ടത്? എമർജൻസി എയർലോക്ക് അല്ലേ. ഇനി അടുത്ത എമർജൻസി എയർലോക്ക് എന്ന് വെച്ചാൽ വാട്ടർ ബിയറിംഗ് സോയിലിൽ നമ്മൾ ടണലിങ് ചെയ്യുമ്പോൾ ബ്ലോക്ക് കണ്ടീഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. വെൻ കംപ്രസ്ഡ് എയർ നമ്മൾ വർക്കിംഗ് ചേമ്പറിലോട്ട് സപ്ലൈ ചെയ്യുമ്പം ഇറ്റ് ഫൈൻസ് ഡയറക്റ്റ് എസ്കേപ്പ് ടു സർഫസ് ത്രൂ ലൂസ് സോയിൽ. അപ്പം നമ്മളിങ്ങനെ കംപ്രസ്ഡ് എയർ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും, വർക്കിംഗ് ചേമ്പറിലോട്ട് കൊടുക്കുമ്പോഴേക്കും, വർക്കിംഗ് ചേമ്പറിൽ എന്തിനാണ് നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുക്കുന്നത്? അങ്ങോട്ട് വാട്ടർ ഫ്ലോ ആകാതിരിക്കാൻ വേണ്ടി അല്ലേ. ഇങ്ങനെ വർക്കിംഗ് ചേമ്പറിലോട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ലൂസ് സോയിലൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ എയർ അങ്ങ് എസ്കേപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ എസ്കേപ്പ് ആകുന്നതാണ് നമ്മൾ ബ്ലോക്ക് കണ്ടീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വർക്കിംഗ് ചേമ്പറിൽ നിന്ന് ഇങ്ങനെ എയർ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അവിടുത്തെ പ്രഷർ, എയർ പ്രഷർ അങ്ങ് കുറയും അല്ലേ, റെഡ്യൂസ് ചെയ്യും, ലോ വാല്യൂവിലെത്തും. ലോ വാല്യൂവിലെത്തിയാൽ എന്താ പറ്റുന്നത്? എയർ കുറഞ്ഞാൽ ഈ നമ്മൾ ബാക്കിലോട്ട് വിട്ട വാട്ടർ ടണലിലോട്ട് വരും. ഓക്കെ, അപ്പം അത് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതുകൂടാതെ ഈ പ്രഷർ കുറയുമെന്ന് പറഞ്ഞില്ലേ, പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ചേമ്പറിനകത്ത് ഒരു ഫോഗി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പൂവർ വിസിബിലിറ്റി ആയിരിക്കും, കാണാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫോഗി കണ്ടീഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ എന്തെടുക്കും? ഒന്നും കാണാൻ മേലല്ലേ. അപ്പം കാണാൻ വേണ്ടി നമ്മൾ എന്താ എടുക്കാം? ചിലപ്പം നമ്മൾ മാച്ച് സ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കാൻ നോക്കും. പക്ഷേ കംപ്രസ്ഡ് എയറിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളതുകൊണ്ട്, കംപ്രസ്ഡ് എയറിനകത്ത് ഒത്തിരി ഓക്സിജനും ഉള്ളതുകൊണ്ട് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ, തിരി കത്തിക്കാനോ അതിൽ കത്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ മൊത്തം തീ പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു 3 കണ്ടീഷൻസ്, അതായത് 3F എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫോഗ് ഉണ്ടാകുന്നുണ്ട്, കത്തിച്ചാൽ ഫയർ ഉണ്ടാകും, അതുപോലെ തന്നെ വെള്ളം തിരിച്ച് ടണലിൽ വന്നാൽ അവിടെ ഫ്ലഡ് ആകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഈ ഒരു 3Fനെ നമ്മൾ കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് കണ്ടീഷനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ഓൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യും. ഒന്ന്, ഈ എമർജൻസി എയർലോക്ക് എന്ന പോർഷൻ ഉണ്ട്, അതിൽ കൂടെ ഓടി രക്ഷപ്പെടുക, ടു റൺ അവേ ഫ്രം എമർജൻസി എയർലോക്ക്. അതല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് അഗൈൻസ്റ്റ് ബ്ലോക്ക് കണ്ടീഷൻ ഫ്രം വിത്തിൻ ദി വർക്കിംഗ് ചേമ്പർ ആൻഡ് ഫ്രം ഔട്ട്സൈഡ് ദി എയർലോക്ക്. ഈ വർക്കിംഗ് ചേമ്പറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ബ്ലോക്ക് കണ്ടീഷൻ നമുക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് ഉള്ളത് നോക്കുക. അങ്ങനെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എമർജൻസി എയർലോക്ക് കൂടെ രക്ഷപ്പെടുക. ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു 3 കണ്ടീഷൻസ് ഉണ്ടായാൽ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു എസ്കേപ്പ് ഒക്കെ ആകാൻ വേണ്ടിയാണ് നമ്മൾ എമർജൻസി എയർലോക്ക് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു എസ്കേപ്പ് ആകുന്നതിൻ്റെ മെത്തേഡും പിന്നെ ഒരു ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ടണലിങ് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അപ്പം ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയുക, പാർട്സ് പറയുക, എയർലോക്കിൻ്റെ ടൈപ്സ് പറയുക. ഈ എയർലോക്ക് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഒക്കെ നോക്കണം കേട്ടോ, അത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. അപ്പോൾ അത്രയായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർലോക്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? മാന്, മെറ്റീരിയൽ, എമർജൻസി എയർലോക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലോക്ക് കണ്ടീഷൻ കാണിക്കുന്ന ഒരു ഫിഗറാണ്. ഇത് ഇങ്ങനെ കാണിക്കുന്ന നമ്മുടെ മൗണ്ടനോ അല്ലെങ്കിൽ ആ ഒരു ടണലാണെങ്കിൽ, ടണലിൻ്റെ ആ ഒരു ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെ കൊണ്ടാണ് ടണൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടൽ ആ സ്റ്റാർട്ടിങ് പോർഷൻ ആണെങ്കിൽ നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ വർക്കിംഗ് സോൺ ഇവിടെയാണ്. നമ്മളിവിടെ മാൻ ലോക്ക് കൊടുത്തു, മെറ്റീരിയൽ മാന്, എമർജൻസി എയർലോക്ക് കൊടുത്തു. ഡ്രൈ സോയിൽ ബൾബൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എയർ എസ്കേപ്പ് ഒക്കെ ആയാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് ആണ് ഇതിനകത്ത് ഫോഗി കണ്ടീഷൻ, വാട്ടർ വന്നാൽ ഫ്ലഡ് കണ്ടീഷൻ, ഫയർ തീ കത്തിച്ചാൽ ഫയർ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ എമർജൻസി എയർലോക്ക് വഴി രക്ഷപ്പെടാൻ നോക്കുന്നത്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് വെച്ചാൽ ദ പ്രഷർ ഇൻസൈഡ് ദി എർത്ത് വേരീസ് ഫ്രം ബോട്ടം ടു ടോപ്പ് ഓഫ് ദി ടണൽ. ഒരു ടണലിൻ്റെ
ടോപ്പ് തൊട്ട് ബോട്ടം വരെ പല പ്രഷറായിരിക്കും. പ്രഷർ അങ്ങ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടണലിൻ്റെ ഫ്ലോർ പോർഷനിലെ പ്രഷർ അസേർട്ടൺ ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഓക്കെ, അതെന്ന് പറയുന്നത് ആ ഒരു സ്ട്രാറ്റ അല്ലെങ്കിൽ ലെയർ ഓഫ് സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈ ഓരോ സ്ട്രാറ്റ അല്ലെങ്കിൽ ലെയേഴ്സും അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷറിനെ അസേർട്ടൺ ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇങ്ങനത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ കംപ്രസ്ഡ് എയർ ചിലപ്പോൾ എസ്കേപ്പ് ആകാൻ ചാൻസ് ഉണ്ട് ഈ പോഴ്സിൽ കൂടെ. അങ്ങനെ എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ വർക്കിംഗ് സോണിലെ എയർ പ്രഷർ അങ്ങ് ഡിമിനിഷ് ആവും, എന്ന് വെച്ചാൽ റെഡ്യൂസ് ആവും. അപ്പോൾ പിന്നെയും നമ്മൾ എന്തെടുക്കണം, പിന്നെയും നമ്മൾ എയർ അപ്ലൈ ചെയ്യേണ്ടി വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വർക്ക് ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടായി വരും. ഇതൊക്കെയാണ് കംപ്രസ്ഡ് എയർ മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ എന്ത് എഴുതാൻ പറ്റും? ഡിസഡ്വാൻറ്റേജസ് എഴുതാൻ പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് എഴുതിയാൽ മതി. ഡിസഡ്വാൻറ്റേജസ് പോലെ തന്നെ അഡ്വാൻറ്റേജസ് എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാൻ പറ്റും? വാട്ടർ ബെയറിംഗ് സോയിലിൽ നമുക്ക് ടണലിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കംപ്രസ്ഡ് എയർ കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു വാട്ടറിൻ്റെ ആ ഒരു ഫ്ലോനെ നമുക്ക് ബാക്ക് ബോളിലോട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ടണൽ ബോറിംഗ് മെഷീൻസ്. ഓക്കെ, ടണൽ ബോറിംഗ് മെഷീൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ് റോക്കിലും അതുപോലെ തന്നെ സോഫ്റ്റ് ഗ്രൗണ്ടിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ സോഫ്റ്റ് സോയിൽ മാത്രം എന്നൊന്നുമില്ല, ഹാർഡ് റോക്കിൽ നമുക്ക് ടണൽ ബോറിംഗ് മെഷീൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് നമുക്ക് മോൾസ് എന്നും പറയാം, MOLES എന്ന് പറയാം. അപ്പം റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ടണൽ ഡ്രൈവിംഗ് ടെക്നിക്സിൽ വന്നിട്ടുള്ളത്. അപ്പം ഇത് എർത്തിനെ അല്ലെങ്കിൽ സോയിലിനെ ലൂസൺ ചെയ്ത് വിടും, അല്ലെങ്കിൽ ബ്രോക്ക് ആണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് വിടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ടണലിൻ്റെ സെക്ഷൻ ഇങ്ങനെ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ബ്രേക്ക് ചെയ്ത സാധനം അല്ലെങ്കിൽ ലൂസൺ ആയിട്ടുള്ള എർത്ത് മെറ്റീരിയൽ നമ്മൾ ആ ഒരു മെഷീൻ്റെ റിയർ പോർഷൻ ഏറ്റവും എൻഡ് പോർഷനിൽ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യും. ഓക്കെ, നമ്മൾ ആ ഷീൽഡ് മെത്തഡിൽ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത് അതേപോലെ സൈറ്റിലോട്ട് കൊണ്ടുവരത്തില്ല, പല പാർട്സ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ സൈറ്റിൽ വെച്ചിട്ട് അസംബിൾ ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ടണലിങ്ങിന് വേണ്ടി. ഇനിയും പറയാനുള്ളത്, ഈ ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ടണൽസിനെ എക്സ്കവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം വിത്ത് സർക്കുലർ സെക്ഷൻസ്. സർക്കുലർ ക്രോസ് സെക്ഷനുള്ള ടണലാണെങ്കിലാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ദേ ക്യാൻ ബി യൂസ്ഡ് ഓൺ എനി ജിയോളജീസ്, എന്ന് വെച്ചാൽ ഹാർഡ് റോക്കിലോ സോഫ്റ്റ് ഗ്രൗണ്ടിലോ നമുക്ക് യൂസ് ചെയ്യാം. 1 to 20 മീറ്റർ ഡയമീറ്റർ ഉള്ള ടണൽസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്കവേറ്റ് ചെയ്യാം. കുറച്ചും കൂടി റിസ്ക് ഫ്രീ ആണ് ഈ ഒരു ടണൽ ബോറിംഗ് മെഷീൻ വെച്ചിട്ടുള്ള എക്സ്കവേഷൻ. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് TBM എന്ന് പറഞ്ഞാൽ TBM എന്നാണ് കേട്ടോ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങനെ പറയത്തുള്ളൂ, അത് മനസ്സിലായിക്കോണം അത് ടണൽ ബോറിംഗ് മെഷീൻ ആണെന്ന്. ഓക്കെ, അപ്പം ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ ഷീൽഡ് കാണും. ഷീൽഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ലാർജ് മെറ്റൽ സിലിണ്ടർ, അതിനുള്ളിലാണ് സംഭവമൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഷീൽഡിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു കട്ടിംഗ് വീല്, ഷീൽഡ് മെത്തഡ് ഇല്ലേ അതേ സംഭവം തന്നെയാണ് ഇത്. ഓക്കെ, ഇത് ഈ ഒരു TBM നമുക്ക് ഹാർഡ് റോക്കിലും കൂടെ ചെയ്യാം എന്നേ ഉള്ളൂ. സെയിം ആ ഒരു ഷീൽഡ് മെത്തേഡിൻ്റെ എക്യുപ്മെൻറ്റ്സും ആ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെയാണ്. ഇപ്പം ഇവിടെയും ആ ഒരു ഷീൽഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കട്ടിംഗ് വീല് കാണും. കട്ടിംഗ് വീലിൻ്റെ ബിഹൈൻഡ് ആയിട്ട് നമുക്കൊരു ചേംബറാണ്, അതിനകത്താണ് ഈ ഹൈഡ്രോളിക് ജാക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ഈ TBM ഫ്രണ്ടിലോട്ട് പുഷായി പോകുന്നത്. ഓക്കെ, ഇനി ഈ ഷീൽഡിൻ്റെ ബിഹൈൻഡിൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് പോർഷനിൽ റിയർ പോർഷനിൽ കൺട്രോൾ റൂം, റെയിൽ ഫോർ ഡേർട്ട് റിമൂവൽ, സ്ലറി പൈപ്പ് ലൈൻസ് എന്ന് വെച്ചാൽ അങ്ങനത്തെ കൺട്രോൾ റൂംസ്, പിന്നെ വേസ്റ്റിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള റെയിൽസ്, അങ്ങനത്തെ സാധനമൊക്കെ ആയിരിക്കും റിയർ പോർഷനിൽ ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു കട്ടിംഗ് വീല് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് 1 to 10 RPM ആ റൊട്ടേഷൻ്റെ സ്പീഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടണലിൻ്റെ ഡയമീറ്റർ അതുപോലെ തന്നെ ജിയോളജീനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ മഡ് ഉണ്ടായി വരുമല്ലോ വേസ്റ്റ്, അതിനെ നമുക്ക് ഒന്നെങ്കിൽ സ്ലറി ആക്കി പൈപ്പ് ലൈൻസിൽ കൂടെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ കൺവെയർ ബെൽറ്റ് വഴി നമുക്ക് റിമൂവ് ചെയ്യിക്കാൻ പറ്റും. ഇനിയും വർക്കിംഗ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് എന്ന് വെച്ചാൽ കട്ടിംഗ് ഹെഡ് റോക്കിന് ഫേസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയിട്ടാണ്. അപ്പം കട്ടർ ഹെഡ് ആയിരിക്കും, സർക്കുലർ ആയിട്ടുള്ള കട്ടർ ഹെഡ് ആയിരിക്കും ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ കട്ടർ ഹെഡ് അതിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കട്ടേഴ്സ് കാണും, ഡിസൈഡ് ഷേപ്പിലായിരിക്കും. അതിങ്ങനെ ആ റോക്കിൽ പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അത് പൊട്ടി പൊട്ടി പോരുന്നത്. അങ്ങനെ പൊട്ടി വരുന്ന കട്ടിങ്സിനെ നമ്മൾ ആ ഒരു ഷീൽഡ് പോലെ ഇരിക്കുന്ന ആണെന്നല്ല പറഞ്ഞത് ആ ഒരു മെഷീൻ. അപ്പോൾ അതിന് സൈഡിലായിട്ട് ഇങ്ങനെ ബക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ടിങ്സ് എല്ലാം നമ്മൾ ഈ ബക്കറ്റിലോട്ട് കളക്ട് ചെയ്യിക്കും. ഓക്കെ, എന്നിട്ട് ഈ ബക്കറ്റ് നമ്മൾ
ബക്കറ്റിലുള്ള ഈ മക്ക് അല്ലെങ്കിൽ ആ മഡ് പോർഷനെ നമ്മൾ ഒരു ഹൂപ്പറിലോട്ട് കൺവെയർ ബെൽറ്റ് വഴി ഹൂപ്പറിലോട്ട് കൊടുക്കും. ഓക്കെ, ഇനി ആ കൺവെയർ ബെൽറ്റ് പിന്നെ ഡിസ്ചാർജ് ചെയ്യും ഈ മക്കിനെ വേറൊരു കൺവെയർ ബെൽറ്റിലോട്ടോ അല്ലെങ്കിൽ മൈൻ കാർ എന്ന പോർഷൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ടോ ഈ വേസ്റ്റിനെ കൊണ്ടുവിടും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ടണലിന്റെ പുറത്തോട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ മക്കിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റോക്ക് ആണെങ്കിൽ റോക്കിന്റെ ആ ഒരു ഫേസിൽ ഡയറക്ഷനിൽ കട്ടർ ഹെഡ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകും. അപ്പം പൊട്ടി വീഴും. ആ പൊട്ടി വീഴുന്നതിനെ നമ്മൾ പെറിഫറിയിൽ കൊടുത്തിരിക്കുന്ന ബക്കറ്റിലോട്ട് കളക്ട് ചെയ്യും. ബക്കറ്റിൽ നിന്ന് പിന്നെ അത് കൺവെയർ ബെൽറ്റിലോട്ട് കളക്ട് ചെയ്യും ഹൂപ്പർ വഴി. അത് അവിടുന്ന് പിന്നെ വേറൊരു കൺവെയർ ബെൽറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു മൈൻ കാറിലോട്ടോ ആ ഒരു വേസ്റ്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ അതങ്ങ് റിമൂവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കട്ടർ ഹെഡ് പറഞ്ഞല്ലോ, അത് ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ കട്ടറിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ആ റോക്കിന്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റോക്ക് നല്ല കുറച്ചുകൂടെ ഹാർഡാണെങ്കിൽ അതനുസരിച്ചുള്ള കട്ടർ ഹെഡ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു കട്ടർ ഹെഡും പിന്നെ ഈ ഒരു സപ്പോർട്ട് പോർഷനും എല്ലാം ഈ ഒരു ഷീൽഡിന്റെ അകത്തായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷീൽഡ് ഇതിനെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ദ ഫങ്ഷൻ ഓഫ് ഷീൽഡ് എന്ന് പറയുന്നത് ടു സപ്പോർട്ട് ദി സൈഡ് ഓഫ് ദി ടണൽസിന്റെ സൈഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷീൽഡ് കൊടുക്കുന്നത്. ആ ഒരു സപ്പോർട്ട് നമ്മൾ ഇറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ ആ ഒരു സൈഡ് ഓഫ് ദി ടണൽസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷീൽഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ TBM അല്ലെങ്കിൽ ടണൽ ബോറിംഗ് മെഷീൻ രണ്ട് ടൈപ്പ് പറയാം. ഹാർഡ് റോക്കിൽ ചെയ്യുന്ന TBMs ഉണ്ട്, സോഫ്റ്റ് ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന TBMs ഉണ്ട്. അപ്പം ഹാർഡ് റോക്കിൽ ചെയ്യുന്നത് രണ്ട് ടൈപ്സ് എന്ന് പറയാം. ഷീൽഡഡ് TBM അല്ലെങ്കിൽ ഓപ്പൺ ടൈപ്പ്. ഓക്കെ, അപ്പം ഷീൽഡഡ് TBM എന്തായിരിക്കും, ഷീൽഡ് കാണും, മറ്റേടത്ത് അതില്ല. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം ഹാർഡ് റോക്ക് TBMs എന്തെടുക്കുന്നത്, റോക്കിനെ എക്സ്കവേറ്റ് ചെയ്യും. ഡിസ്ക് കട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, കട്ടർ ഹെഡിനകത്തൊരു ഡിസ്ക് കട്ടേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ ഒരു കംപ്രസീവ് സ്ട്രെസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുത്തിട്ട് ഫ്രാക്ചർ ഉണ്ടാകും റോക്കിനകത്ത്. എന്നിട്ട് അതെല്ലാം ഇങ്ങനെ പൊട്ടി വീഴും. ആ പൊട്ടി വീഴുന്ന മക്കിനെ നമ്മൾ ഓപ്പണിങ്സ് വഴി ഈ കട്ടർ ഹെഡിനകത്ത് ഓപ്പണിങ്സ് ഉണ്ട്, അതുവഴി നമ്മൾ ബെൽറ്റ് കൺവെയറിലോട്ട് മാറ്റും. അത് പിന്നെ അങ്ങ് റൺ ചെയ്ത് ആ ഒരു മക്ക് കാർ അല്ലെങ്കിൽ മൈൻ കാറിലോട്ട് എത്തും. അങ്ങനെ അത് ടണലിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഓപ്പൺ ടൈപ്പ് TBM ആകുമ്പോൾ അവിടെ ഷീൽഡ് ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു കട്ടർ ഹെഡ് എന്ന് പറയുന്നത് ആ ഒരു റോക്ക് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി സോഫ്റ്റ് ഗ്രൗണ്ട് TBM എന്ന് പറയുന്നത് മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. അത് എർത്ത് പ്രഷർ ബാലൻസ് മെഷീൻ, സ്ലറി ഷീൽഡ്, ഓപ്പൺ ഫേസ് ടൈപ്പ്. ഇങ്ങനെ 3 ടൈപ്പ് തന്നെയുണ്ട് സോഫ്റ്റ് ഗ്രൗണ്ട് TBM. അത് ഓരോന്ന് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം ഇല്ലേ, ആദ്യത്തെ രണ്ടെണ്ണം, അത് രണ്ടിലും ഷീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഓപ്പൺ ഫേസിനകത്ത് ഷീൽഡ് ഇല്ല, പക്ഷെ അത് സോഫ്റ്റ് ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അത് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ സിലിണ്ടർ ആണ്. അതിൻ്റെ ഒരു ത്രസ്റ്റ് അല്ലെങ്കിൽ ജാക്ക് എഫക്റ്റ് കാരണമാണ് ഫോർവേഡിലോട്ട് അത് പുഷ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ് കൊടുത്ത് അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ സെഗ്മെന്റ് കൊടുത്ത് പോകുന്നു. ഓക്കെ, ഇതിനാണ് സോഫ്റ്റ് ഗ്രൗണ്ട് TBMs എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വീഡിയോ ആയിരുന്നു, അത് പ്ലേ ആകുന്നില്ല. അത് ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നേക്കാം ഗ്രൂപ്പിൽ, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം മറ്റേ ഷീൽഡ് മെത്തേഡിൻ്റെയും ഈ ഒരു TBM മെത്തേഡിൻ്റെയും ഈ വീഡിയോസ് അയച്ചുതരാം. ആനിമേഷൻ വീഡിയോ ആണ്, കുറച്ചുകൂടെ മനസ്സിലാവും. രണ്ടും സെയിം ആണ്, സംഭവം രണ്ടും സെയിം ആണ്. TBM എന്ന് പറയുമ്പോൾ ഹാർഡ് റോക്കിലും ചെയ്യാമെന്നേ ഉള്ളൂ. ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. രണ്ടിലും ഒരു കട്ടർ ഹെഡും ഒരു ഷീൽഡും ഉണ്ട്. അതിനകത്തുള്ള ആ ഒരു മൂവ്മെന്റ് അനുസരിച്ച് ആ ഒരു എക്സ്കവേറ്റ് ചെയ്ത് പോകുന്നു. എക്സ്കവേറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ മക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലൈനിങ് കൊടുക്കുന്നുമുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അതും ഹാർഡ് റോക്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ TBM. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് TBM എന്താണെന്ന് നോക്കാം. ഒന്ന്, നമുക്ക് ഡിസ്റ്റർബൻസ് അധികം നമ്മൾ ഉണ്ടാക്കുന്നില്ല TBM വഴി. അതുകൊണ്ട് ടണൽ വോൾസ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. സറൗണ്ടിങ് ഗ്രൗണ്ടിനെ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടണലിന്റെ വോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇത് ഹാർഡ് റോക്കും, അതുപോലെ തന്നെ ഹാർഡ് റോക്ക് തൊട്ട് സോഫ്റ്റ് സോയിലിൽ വരെ നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ അധികം താഴോട്ടിങ്ങനെ ഫോള് ചെയ്യാനുള്ള പ്രശ്നം, അങ്ങനത്തെ ഡേഞ്ചർ ഒന്നും ഇല്ല. കാരണം നമ്മൾ അധികം ഡിസ്റ്റർബൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ബ്ലാസ്റ്റിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ പൊട്ടി വീഴാനുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ ചാൻസസ് കുറവാണ്. അതുപോലെ തന്നെ ഇതിൽ മക്കിങ് അല്ലെങ്കിൽ മക്ക് റിമൂവൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സേഫ് ആണ്, കൺവീനിയന്റ് ആണ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ബെൽറ്റ് കൺവെയറിലോട്ട് കൊടുത്താൽ അത് അങ്ങനെ അങ്ങ് മൂവ് ആയി പൊക്കോളും. ഓക്കെ, കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഹയർ സ്പീഡ് ഓഫ് എക്സ്കവേഷൻ സ്പീഡിൽ ചെയ്യാം. മാൻ പവർ കുറച്ച് മതി. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ
ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മെഷീൻ കൊണ്ടുവന്ന് അത് അസംബിൾ ചെയ്ത് വർക്ക് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കുറെ കാശാവും. പിന്നെ ഈ ഒരു മെഷീൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, അത് ഇമ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളെന്ന് പറയുന്നത് ലോങ് ഡെലിവറി പീരീഡ്, ഒത്തിരി സമയമെടുക്കും ഈ ഒരു വർക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരാൻ. പിന്നെ മാനുഫാക്ചറിങ് ഓഫ് ദി മെഷീൻ ഈസ് required ടു ബി ഡൺ ഫോർ ദി എക്സാക്ട് ഡയമീറ്റർ ഓഫ് ദി ടണൽ. ഇപ്പം നമ്മുടെ പർട്ടിക്കുലർ ഡയമീറ്റർ ഉണ്ടല്ലോ, ആ ഡയമീറ്ററിൽ ഉള്ള മെഷീൻ കിട്ടാൻ പാടായിരിക്കും. പിന്നെ ആ ഒരു പർട്ടിക്കുലർ ഡയമീറ്ററിലെ മെഷീൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റിപ്പയർ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്, ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ, ഡ്രില്ലിംഗ് ആൻഡ് ബ്ലാസ്റ്റിംഗ് മെത്തേഡ് അല്ലേ, അതിനേക്കാളും 4 to 6 ടൈംസ് കൂടുതലായിരിക്കും ഈ ഒരു TBM വെച്ചിട്ടുള്ള എക്സ്കവേഷൻ റേറ്റ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞതാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് TBMs എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഷീൽഡ് മെത്തേഡ് പറഞ്ഞു, അത് ടണലിംഗ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട് ആണ്. പിന്നെ വാട്ടർ ബിയറിംഗ് സോയിലിൽ ചെയ്യുന്ന കംപ്രസ്ഡ് എയർ മെത്തേഡും പറഞ്ഞു. ഓക്കെ, അപ്പം ഷീൽഡ് മെത്തേഡിൽ ചെയ്യുന്ന സംഭവമൊക്കെ മനസ്സിലായല്ലോ, പാർട്സ് ഒക്കെ പറയുക. പിന്നെ എന്താണ്, വീഡിയോ കണ്ടുകഴിയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതനുസരിച്ച് ആ പാർട്സ് ഒക്കെ വെച്ചിട്ട് കട്ടിങ് എഡ്ജ് വെച്ചിട്ട് അത് എക്സ്കവേറ്റ് ചെയ്ത് പോകും. ഇനി കംപ്രസ്ഡ് എയർ മെത്തേഡിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ കംപ്രസ്ഡ് എയർ മെത്തേഡിൽ ആ കംപ്രസ്ഡ് എയർ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ആകപ്പാട് ചെയ്യുന്നത് എയർ വാട്ടറിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് ബാക്കിലോട്ട് ഫ്ലോ ചെയ്യിക്കാൻ ഉള്ളത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെയുള്ള ബാക്കിയുള്ള എക്സ്കവേഷൻ എന്ന് പറയുന്നത് ആ ഷീൽഡ് മെത്തേഡ് ഇല്ലേ, അവിടുത്തെ ആ ഒരു ഇക്വിപ്മെന്റ് തന്നെ ഇവിടെയും കൊണ്ടുവന്ന് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈഡിൽ നിന്നുള്ള വെള്ളം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കംപ്രസ്ഡ് എയർ കൊടുത്തു പോകുന്നു. ആ കംപ്രസ്ഡ് എയർ കൊടുക്കുന്നു, അതിന്റെ ബാക്കിൽ നിന്ന് എന്താ ചെയ്യുന്നത്, ഈ ഷീൽഡ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്ത മെഷീൻ ഇല്ലേ, ആ മെഷീൻ കൊണ്ടുവന്ന് എക്സ്കവേറ്റ് ചെയ്ത് പോകുന്നു. കാരണം അതും സോഫ്റ്റ് ഗ്രൗണ്ട് യൂസ് ചെയ്യുന്ന മെഷീൻ തന്നെയാണ്. പക്ഷേ ആ ഒരു വാട്ടറിന്റെ പ്രസൻസ് കൂടുതലുള്ളതുകൊണ്ട് അതിനെ നമ്മൾ ആദ്യം കംപ്രസ്ഡ് എയർ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറുന്നത് കുറയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷീൽഡ് മെത്തേഡിൽ യൂസ് ചെയ്ത് ആ ഷീൽഡ് മെഷീൻ കൊണ്ടുവന്ന് നമ്മൾ ടണലിംഗ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ബിയറിംഗ് സോയിലും. പിന്നെ നമ്മൾ TBM പറ്റി പറഞ്ഞു. TBM എന്ന് പറഞ്ഞാൽ ടണൽ ബോറിംഗ് മെഷീൻസ്. അത് ഹാർഡ് റോക്കിലും സോഫ്റ്റ് ഗ്രൗണ്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതും ഷീൽഡ് മെത്തേഡ് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഇക്വിപ്മെന്റ്സ് ഒക്കെ ഇരിക്കുന്നത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ അയച്ചു തന്നേക്കാം. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതുക, ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കുക, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, രാത്രി 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ.